ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇഫ്താർ സ്പെഷ്യൽ തരിക്കഞ്ഞിയാണ്. അപ്പോൾ ഈ തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോതമ്പ് വേണം നമുക്ക്. അപ്പം ഈ ഗോതമ്പിനെ നമ്മൾ 3 മണിക്കൂർ ആദ്യം കുതിർത്തെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ലേശം നമ്മുടെ പച്ച പയറും അതുപോലെ തന്നെ കുറച്ച് ഉലുവയും ഇത്രയും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ കുതിർത്തത്. ഇനി ഇതിൻ്റെ കൂടെ 3 മണിക്കൂർ കുതിർത്തതിന് ശേഷമാണ് നമ്മളിതിനെ കുക്കറിലോട്ട് മാറ്റി നമ്മളിതിനെ കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ലേശം കുരുമുളകും ലേശം ചുക്കും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം, നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ വെള്ളം, കഞ്ഞിക്ക് എത്രത്തോളം വെള്ളം വേണോ അതനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചതിനെ ഒന്ന് വേവിക്കാം. ഇനി നമ്മുടെ തരിക്കഞ്ഞിയുടെ അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അരമുറി തേങ്ങ ചിരകിയത് വേണം, അതേപോലെ മല്ലി വേണം, പിന്നെ കുറച്ച് ഉള്ളി നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, ഇല്ലയെന്നുണ്ടെങ്കിൽ സവാള ഒരു അര സവാള എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടിയത് 2 വെളുത്തുള്ളി, അതേപോലെ കുറച്ച് ജീരകം. ഇതിനെല്ലാം കൂടെ നമുക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ വിസിലടിച്ച് പ്രഷറൊക്കെ പോയിരിക്കുകയാണ്. ഇനി നമുക്കതിനെ ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ കഞ്ഞി റെഡിയായി, ഏകദേശം റെഡിയായി എന്ന് പറയാം. കാരണം ഇനി നമുക്ക് അരപ്പും കൂടെ ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ കഞ്ഞിയിൽ ഇതേ നിങ്ങൾക്ക് കാണാം, നമ്മുടെ കുരുമുളക്, ചെറുപയർ എല്ലാം നന്നായിട്ട് കിടപ്പുണ്ട്, നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ ആവശ്യത്തിന് വെള്ളവും നമ്മുടെ കഞ്ഞിക്കകത്ത് ഉണ്ട്. ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിന് ഒരു ബോയിൽ ഒന്ന് വന്നതിന് ശേഷം നമുക്കിതിനെ ഓഫ് ചെയ്യാം. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാൻ. തേങ്ങ അരയ്ക്കുന്ന സമയത്ത് നമ്മൾ മഞ്ഞൾ ഇട്ടിട്ടില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളുടെ കഞ്ഞി ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. നോക്കിക്കേ, നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഗോതമ്പൊക്കെ നന്നായിട്ട് കുക്കായി, നമ്മുടെ ചെറുപയറും അതിൽ നമ്മൾ ആഡ് ചെയ്തു, ഉലുവ, അതേപോലെ തന്നെ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് ബോയിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കഞ്ഞിയിലേക്ക് അങ്ങോട്ട് പിടിക്കും. നല്ല അടിപൊളി സ്വാദുള്ളൊരു കഞ്ഞിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു അടിപൊളി എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.